മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കൂൺ റെസിപ്പിയുമായാണ്. ഈ കാണുന്നതാണ് ബീച്ച് മഷ്റൂം അഥവാ ഷിമേജി മഷ്റൂം. എല്ലാ ഗ്രോസറിയിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇത് കിട്ടുന്നത് നമുക്കൊരു ബഞ്ചായിട്ടാണ്. ഇതിൻ്റെ അടിവശം കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. ഒരു സീ ഫുഡ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ബീച്ച് കൂൺ തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കൂണൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ലാസ്റ്റായി കൂണിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീച്ച് മഷ്റൂം മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.